നമ്മുടെ ടോട്ടൽ കേരളത്തിലെ ഭാഷാഭേദങ്ങളുടെ ഒരു ചെറിയ സ്പെസിമെൻ മാത്രമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അതെ, ഇവരെല്ലാവരും അവരവരുടെ നാട്ടിൽ വളരെ വിദഗ്ധരാ. നാടിന്റെ മലയാളത്തിന്റെ ഒരു സമ്പന്നതയാണിത്. സത്യത്തിൽ നമ്മൾ എറണാകുളം ഭാഷ, കോട്ടയം ഭാഷ എന്നൊക്കെ പറയും. അദ്ദേഹം തിരുവനന്തപുരം ഭാഷയെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു നാടിനും ഒരു ജില്ലയ്ക്ക് ഒരു ഭാഷ എന്ന നിലയിലല്ല മലയാളം നിൽക്കുന്നത്. വളരെ സൂക്ഷ്മമായ ഭേദങ്ങളാണ്. ഇപ്പോ അദ്ദേഹം പാലക്കാടൻ ഭാഷ സംസാരിക്കുന്ന ആളാണ്, ഞാൻ പാലക്കാട് ജില്ലക്കാരാണ്. പക്ഷെ ഞാൻ മണ്ണാർക്കാട് എന്ന് പറയുന്ന പാലക്കാട് നിന്ന് കുറെ ദൂരം, 1 മണിക്കൂർ ദൂരെ. മണ്ണാർക്കാട് എങ്ങനെയാ പാലക്കാടൻ ഭാഷ? മണ്ണാർക്കാട് ഈ പറയുന്ന എനിക്ക് ആ പാലക്കാട് ഭാഷ അറിയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കും. അല്ല, മണ്ണാർക്കാടും പാലക്കാടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയുടെ തൊട്ടടുത്ത് കിടക്കുകയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം സ്ലാങ്ങിന്റെ സ്വാഭാവികമായ വള്ളുവനാടിന്റെ ഒരു മോഡൽ പറഞ്ഞാൽ, സാധാരണ വള്ളുവനാടൻ ഭാഷ എന്നുള്ള പേരിൽ എം ടി വാസുദേവനൊക്കെ പിടിച്ചിരിക്കുന്ന എടുത്തു. ഇപ്പൊ എടുത്തു എന്നൊരു വാക്കിന് നമ്മൾ എടുത്തു എന്നുള്ള അർത്ഥം മിക്കവാറും എല്ലാവർക്കും ഇവിടെ കിട്ടും. ഞങ്ങൾക്ക് എവിടെ എന്നാണ് അർത്ഥം. കുട്ടി എടുത്തു എന്ന് ചോദിച്ചാൽ കുട്ടി എവിടെയെന്നാണ് അർത്ഥം. ഇത്തരത്തിൽ ഒരു കാലത്ത് എനിക്കൊന്ന് ഈ വള്ളുവനാടൻ ലാംഗ്വേജ് ഏറ്റവും പരിശുദ്ധമായ ലാംഗ്വേജ് ഏതാണെന്ന് ഇതിൽ പ്രകോപിതനായിട്ടൊന്നും അറിയില്ല. ഡയറക്ടർ ടി വി ചന്ദ്രൻ ട്രിവാൻഡ്രത്തെ ഒരു യോഗത്തിൽ എനിക്കൊന്ന് ഈ ഒരു ഇന്റർനാഷണൽ ഫിലിം മേള എന്ന് നടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഭാരതപ്പുഴയെ കുറിച്ചും വള്ളുവനാടൻ ലാംഗ്വേജിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ആറുണ്ട്, കരമന ആറെന്ന്. ഭാരതപ്പുഴ മാത്രമല്ല, ഇവിടെ കോട്ടയത്തെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, മീനച്ചിലാറിന് ഇല്ലാത്ത വലിയ മഹത്വം നിന്റെ നിളാനദിക്കൊന്നുമില്ല, ഇങ്ങനെ കുറെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ കരുതാറുള്ളത് എല്ലാ നാട്ടിലും പുഴകളും കാലാവസ്ഥയൊക്കെ ഉണ്ട്. ഇത് സത്യത്തിൽ മലയാളത്തിലെ സിനിമകളും ഒരു പ്രത്യേക സാഹിത്യ സമൂഹവും അതിപ്പോ ആ സാഹിത്യകാരന്മാരുടെ മാത്രം കുഴപ്പമില്ല, അതിനെ പ്രത്യേക രീതിയിൽ കൊണ്ടുപോയ ആൾക്കാർ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് മാത്രമാണ്. അതിലപ്പുറം അർത്ഥമില്ല. എല്ലാ ഭാഷാഭേദങ്ങൾക്കും ഭാഷാ സ്വത്വങ്ങൾക്കും ഇടയുണ്ട്. അതാണ് സത്യത്തിൽ ഭാഷയുടെ ജീവൻ. മാത്രമല്ല ഇപ്പൊ ഈ അച്ചടി ഭാഷ എന്ന് പറഞ്ഞല്ലോ, ഈ അച്ചടി ഭാഷ എന്ന് പറയുന്നത്, മാനക ഭാഷ എന്ന് പറയുന്നത് ഭാഷയുടെ ഒരു എഴുത്തുരൂപം മാത്രമാണ്. അത് ജീവനുള്ള പരിപാടിയല്ല. അത് സംസാരിച്ചാൽ അത് കോമഡിയാവും. ഇപ്പൊ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സാഹിത്യ പാരമ്പര്യത്തിൽ പണ്ട് കൃഷ്ണനായർ എഴുതിയ ഒരു കാര്യം വായിച്ചിട്ടുണ്ട്. ഈ ചാത്തു എന്ന് പറയുന്ന ഒരു കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പഴയ ഒരു ചെറിയ പയ്യനാ. അപ്പൊ മലയാളം മുൻഷിയാണ് ഹെഡ് മാഷ്. അപ്പോ ചാത്തുവിന്റെ കയ്യിൽ പുസ്തകവും സ്ലൈറ്റും പെൻസിലും ഒന്നുമില്ല. അപ്പൊ നാളെ പോയിട്ട് അച്ഛനെ വിളിച്ചോണ്ട് വരണം, അച്ഛനോട് ഇത് പറയണം. അതിനാണ് അപ്പൊ അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അച്ഛനോട് ആകെ അദ്ദേഹത്തിന് പറയാനുള്ളത് കുട്ടിയെ സ്കൂളിലേക്ക് പുസ്തകവും സ്ലൈറ്റും ഒക്കെ ആയിട്ട് പറഞ്ഞേക്കണം എന്തൊരു കാര്യമാണ്, ഇത് പറഞ്ഞാൽ മതി. പക്ഷേ അച്ഛൻ കോരൻ തെങ്ങേറ്റക്കാരനാ. തെങ്ങേറ്റമൊക്കെ മുടക്കി പണി മുടക്കി പാവം പിറ്റേ ദിവസം ഇവിടെ വന്നു. അപ്പൊ ഇദ്ദേഹം മലയാളം മുൻഷി പരീക്ഷ പഴയ പാസ്സായ വ്യാകരണബദ്ധമായി മാത്രം സംസാരിക്കുന്ന ഒരാളാണെന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതായി കൃഷ്ണനായർ എഴുതിയൊരു വാചകമുണ്ട്. പിതാവിനോട് പറയുകയാണ്, ഹേ പിതാവേ, താങ്കളുടെ സന്താനലതിക ഈ വിദ്യാലയവാടിയിൽ ക്രമപ്രവൃദ്ധമായി ആരോഹണം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ കരചരണാദ്യുപകരണങ്ങൾ അവന്റെ കയ്യിൽ ഉപസ്ഥമായിരിക്കണമെന്ന് ഈ പ്രധാനാധ്യാപക മുഖം താങ്കളെ ഗ്രഹിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. അതൊക്കെ കേട്ടപ്പോ കോരനാകെ ഒരു പുകയാണ്. കോരനാകെ മനസ്സിലായി ആരോഹണം എന്തോ കീറുന്നൊരു പ്രശ്നമാണ് ഈ പറയുന്നത്.